പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹമായ കാരുണ്യമായ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹമുള്ള ഈശോയെ, ഈ അൽത്താരയിൽ തിരുവസ്തുരൂപനായി സ്വർഗീയ ഭോജ്യമായി ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി ഞങ്ങളുടെ ജീവിതങ്ങളെ എത്ര അധികമായി സ്നേഹിക്കുകയും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ചൊരിഞ്ഞ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഈ ഒരു നിമിഷം നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവേ, ലോകം മുഴുവൻ്റെ മേലും നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകാനും ആ കരുണയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായി ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്ന് തിരുസഭാ മാതാവ് അനുസ്മരിക്കുന്ന വിശുദ്ധൻ്റെ തിരുനാളാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളാണ് ഇന്ന് ആഘോഷിക്കുക. ഈ ഒരു തിരുനാളിൻ്റെ പ്രത്യേകത, ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ വലിയ കരുണ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ശക്തമായി കടന്നു വന്നതിൻ്റെ പരിണത ഫലമായിട്ട് ഈ ഒരു വ്യക്തി വിശുദ്ധനായി മാറുകയാണ്. അത്രമാത്രം മ്ലേച്ഛമായ ജീവിതശൈലിയിൽ ജീവിച്ച്, അത്രമാത്രം ദൈവഹിതത്തിൽ നിന്നൊക്കെ മാറി ജീവിച്ച്, ദൈവത്തെയോ ദൈവത്തിൻ്റെ ഹിതത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ മാറി ജീവിച്ചിരുന്നതിന് വിശുദ്ധനെ വിശുദ്ധനാക്കി മാറ്റാൻ സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഇത്രമാത്രം കരുണ കാണിക്കുമ്പോൾ അതിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട്, ഒരമ്മയുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുള്ള നിലവിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഈ വിശുദ്ധൻ്റെ വിശുദ്ധമായ ജീവിതം. മോണിക്ക പുണ്യവതി വിശുദ്ധ അഗസ്തീനോസിനു വേണ്ടി 17 വർഷത്തോളം കഠിനമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എല്ലാ വശങ്ങളിൽ നിന്നും അത്രമാത്രം പ്രതിസന്ധികളും തടസ്സങ്ങളും അതുപോലെ തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നടുവിലും ഈ മകന് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരമ്മ. പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഈ മകൻ്റെ ജീവിതത്തിൽ നീ നൽകുന്ന വലിയ മനസ്സാന്തരം ഉണ്ടാകണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആ അമ്മയുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ആ മകനെ വിശുദ്ധിയിലേക്ക് വളരുവാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിച്ചു. അവൻ്റെ ജീവിതത്തിലൊരു 180 ഡിഗ്രി ചേഞ്ചാണ് വന്നത്. അപ്രകാരം പഴയ ജീവിതശൈലികൾ മാറ്റിവെച്ച് അവൻ പിന്നീട് പറയുന്നത്, കർത്താവേ, നിന്നെ അറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ, നിന്നെ അറിയാൻ ഞാൻ ഇത്രമാത്രം വൈകിപ്പോയല്ലോ എന്നുള്ള കാര്യമാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുക. വീണ്ടും അദ്ദേഹം പറയുന്നത്, കർത്താവേ, അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകും. ദൈവത്തെ അനുഭവിച്ചറിയാനും ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയ ആ വലിയ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് തിരുനാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം ഈ സമയത്ത് നമുക്കൊന്ന് ധ്യാനിക്കാവുന്ന കാര്യം, നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും വെറുതെയായി പോകുന്നില്ല എന്നുള്ള വലിയ ഒരു ഉറപ്പാണ് നമുക്ക് ലഭിക്കുക. രണ്ടാമതായിട്ട് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പാപിക്കാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനുള്ള വലിയ അവകാശം. ഓരോ പാപിക്കും അവകാശപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ആ വലിയ കരുണ. കാരണം ദൈവം ഓരോ പാപിയോടും കാണിക്കുന്ന വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രമാത്രം പാപാവസ്ഥകളിലൂടെ കടന്നുപോയിട്ട് ഇനിയും ഒരു തിരിച്ചുവരവില്ല, ഇങ്ങനെ മനസ്സാന്തരപ്പെട്ട് അവൻ രക്ഷപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കാത്തിടത്ത് അവൻ ഒരു വിശുദ്ധനായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവിടെ അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, ഓരോ പാപിക്കും അവൻ നശിച്ചുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെ പഴിക്കേണ്ട കാര്യമില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവനോട് കരുണ കാണിക്കുന്ന ദൈവം ഉണ്ട് എന്ന്. അവനോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, പാപത്തിൻ്റെ മേഖലകളിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരാൻ ഞാൻ തയ്യാറാണോ? എന്നെയും നിന്നെയും സ്വീകരിക്കുവാൻ എൻ്റെ കർത്താവിത ദിവ്യകാരുണ്യമായി തിരുവോസ്തുരൂപനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെയൊക്കെ തിരിച്ചു വരവിൽ ഇത്രമാത്രം സന്തോഷിക്കുന്നവനാണ് ദൈവം. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം പറയുന്നത് പ്രകാരമാണ്, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രാർത്ഥനകൾ വെറുതെയായി പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. വീണ്ടും 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം 14-15 തിരുവചനങ്ങൾ പറഞ്ഞു, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായ എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് നമ്മൾ ശ്രവിച്ചത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിർത്തി, ദൈവത്തിലുള്ള ആശ്രയവും നിർത്തി, നമ്മുടെ ജീവിതം വീണ്ടും വലിയ പാപാവസ്ഥകളിലേക്ക് തള്ളിവിടും, നിരാശയിലേക്ക് തള്ളിവിടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ വീണ്ടും ദൈവവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, മകനെ മകളെ, നിരാശയിലേക്ക് നീ പോകേണ്ടവനല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ നീ ആശ്രയിക്കാം. നമ്മൾ കൂടെ പ്രാർത്ഥിക്കുന്ന കാര്യം ഇതാണ്, കർത്താവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു, കർത്താവെ നിന്നിലാണ് എൻ്റെ ആശ്രയം മുഴുവൻ. എൻ്റെ ജീവിതത്തിൽ നിരാശയിലേക്ക് പോകാനല്ല, മറിച്ച് പ്രത്യാശയിലേക്ക് നയിക്കുവാൻ കർത്താവെ നിൻ്റെ കരുണ എനിക്ക് സഹായകമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം ധ്യാനിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ലോകം മുഴുവനുമേലും ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഒത്തിരിയേറെയുണ്ട്. മാതാപിതാക്കൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുനീരുകൾ ഒരിക്കലും വെറുതെയാകുന്നില്ല. ദൈവസന്നിധിയിലെത്തുമ്പോൾ അത് മക്കൾക്ക് ഗുണകരമായിട്ട് മാറുകയാണ്. മക്കളും ഓർത്തു വെക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ കണ്ണുനീര് വെറുതെയാകുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാതെ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും
ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും പരിശ്രമിക്കാം. ഈ ഒരു വലിയ ബോധ്യങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബജീവിതത്തെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായ ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന് അനന്തമായ വലിയ കരുണ ചൊരിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമ്മളിത് ധ്യാനിച്ചതുപോലെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലൂടെ അത്രമാത്രം ദൈവം കരുണ ചൊരിഞ്ഞ് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചു തന്നെ സ്വന്തമാക്കിയതുപോലെ നമ്മളെ സ്വന്തമാക്കുവാനായതാ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ദൈവം നമ്മളെ വിളിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും കരുണയും അനുഭവിക്കുന്നവരാകാനും അനുഭവിച്ച ആ വലിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മാതൃകകളായി വക്താക്കളായി നമ്മൾ മാറുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം, മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, നിൻ്റെ കരുണയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാം ഈ നിമിഷം നിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങിൽ ശരണം വയ്ക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.